നമസ്തേ. ഒരു കഥ പറയാം. ഒരു ഗുരുവിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ വാത്സല്യവാനായി ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. ഗുരുവിന് അതിനോട് വലിയ സ്നേഹമായിരുന്നു. ഒരു ദിവസം ഒരു ചെന്നായി അതിനെ ഓടിച്ചുകൊണ്ട് ഗുരുവിൻ്റെ സമീപം എത്തുന്നു. അതിൻ്റെ ഭയം കണ്ടിട്ട് ഗുരു പെട്ടെന്ന് മന്ത്രം ചൊല്ലി ആ നായ്ക്കുട്ടിയെ ഒരു വലിയ ചെന്നായാക്കുന്നു. ഓടിച്ചുകൊണ്ട് വന്നത് ഈ ഭയാനക രൂപം കണ്ട് ഭയപ്പെട്ടു പോയി. ഈ ചെന്നായ നായ പിന്നെ കാട്ടിലൂടെ പോകുന്നുണ്ട്. ഒരിക്കല് ഒരു കടുവ അതിനെ ഓടിക്കുന്നു. അപ്പോഴും അത് വീണ്ടും ഗുരുവിൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ഗുരു അതിനെ ഒരു വലിയ കടുവയാക്കുന്നു. വീണ്ടും ആ കടുവ കാട്ടിലേക്ക് പോകുന്നു. പോകെ പോകെ അതിൻ്റെ ആശ്രമത്തിലേക്കുള്ള വരവ് കുറയുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ ഒരു വലിയ മതയാന ഈ കടുവയെ ഓടിക്കുന്നു. അപ്പോഴും അത് ആശ്രമത്തിലേക്ക് ഓടി വരിക. അപ്പോൾ ഗുരു അതിനെ വലിയൊരു ആനയാക്കുന്നു. ആന ഇങ്ങനെ മതിച്ച് നടക്കുകയാണ്. ഒരിക്കലൊരു സിംഹം അതിനെ ആക്രമിക്കാൻ വരുന്നു. അപ്പോഴും അത് തിരിച്ച് ഈ ആന ഓടി ആശ്രമത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഗുരു അതിനെ ഒരു വലിയ സിംഹമാക്കുന്നു. അത് പിന്നെ കാട്ടിലെ രാജാവ് എന്നോണം ഇങ്ങനെ സുഖകരമായിട്ട് വാഴുകയാണ്. അപ്പോഴും ഈ ഗുരുവിൻ്റെ സമീപം മൃഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരിക്കൽ ഈ നായ സിംഹവും അവിടെ എത്തി. എല്ലാ മൃഗങ്ങളും ഗുരുവിനെ പ്രണമിക്കുന്നുണ്ട്. ഈ നായസിംഹം വിചാരിച്ചു, എൻ്റെ പഴയ കഥയൊക്കെ അറിയാവുന്ന ആളാണല്ലോ, ഞാൻ ശരിക്കും ഒരു നായാണെന്ന്, എന്നാൽ ഇയാളെ അങ്ങ് കൊന്നേക്കാം എന്നത് കരുതുകയാണ്. ഗുരു ഈ ജീവിയുടെ ചിന്ത മനസ്സിലാക്കി അതിനെ വീണ്ടും നായയാക്കി തീർക്കുന്നുണ്ട്. സത്യത്തിൽ ഇങ്ങനെ നന്ദികെട്ട നായ്ക്കളൊക്കെ പല കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് മനുഷ്യരുടെ ഇടയിലും ചിലപ്പോഴൊക്കെ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മഹാഭാരതത്തിൽ ഭീഷ്മര് രാജ്യഭരണം ഏൽക്കാൻ പോകുന്ന ധർമ്മപുത്രർക്ക് കൊടുത്ത ഉപദേശങ്ങളിൽ ഒന്നാണിത്. ആദരവോടെ.